ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:20. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്നുണ്ടല്ലോ. അതായത് സൂര്യോദയത്തിനും 40-45 മിനിറ്റ് മുന്നേ. അപ്പോൾ ഞാനങ്ങനെ എഴുന്നേറ്റ് വന്നതാണ്. എണ്ണ തേച്ചിട്ടുണ്ട്, കുളിക്കണം. പുറത്ത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും ഇരുട്ട. കുളിച്ച് വന്നിട്ട് ഞാൻ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി വിളക്കൊക്കെ വിളക്ക് കത്തിച്ച് പാൽപ്പായസം ഉണ്ടാക്കാൻ. എനിക്ക് അറിയില്ല കേട്ടോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ചുമ്മാ ഒരു ഇതിലങ്ങ് ചെയ്യുകയാണ്. ഒരു രസം. കുളിയും മോർണിംഗ് ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ആമിപ്പഴം എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ യോഗ ചെയ്യാൻ പോവുമായിരുന്നു, അപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് വന്നു. എൻ്റെ ക്ലിപ്പും കൊണ്ട് അവളുടെ മുടിയിൽ ഇറുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ്. ഹായ്, ഇപ്പം നേരെ നന്നായി വെളുത്തു, 7:30 അപ്പം നമ്മൾ ഞാൻ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് രാവിലെ എഴുന്നേറ്റു. എന്തൊരു രസമുണ്ട് കേട്ടോ. ഞാനങ്ങനെ അധികം രാവിലെ എഴുന്നേക്കുന്ന ആളൊന്നുമല്ല. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ശ്രീകൃഷ്ണ ജയന്തി ഇങ്ങനെ ആഘോഷിക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ എന്താ പുറത്ത് ബഹളം. നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ആഘോഷിക്കാന്ന് വെച്ചാൽ ആഘോഷമൊന്നുമില്ല. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഇതുണ്ടാവില്ലേ, ഘോഷയാത്ര, അത് കാണാൻ വേണ്ടി പോവും എല്ലാവരും കൂടെ. അതൊക്കെ ഉള്ളൂ. കൃഷ്ണനൊക്കെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരാൻ നല്ല രസമാണ്. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്നെന്തോ വിചാരിച്ച് ഇത്തവണ ഒന്ന് ശരിക്കും ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട രീതിയാണോ ഇതൊന്നും എനിക്കറിയില്ല. വിളക്കൊക്കെ കത്തിച്ചു ഒക്കെ ചെയ്തു. ഞാൻ രാവിലെ യോഗ ചെയ്യാറുണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇഡ്ഡലി മാവുണ്ട്, ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കാം അല്ലേ. അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറും വേണം. ഇഡ്ഡലിയും ചട്നിയാക്കാം. എന്നും ഇഡ്ഡലി സാമ്പാർ, ഇപ്പം ഇന്ന് ഇഡ്ഡലിയും ചട്നി ആക്കിയേക്കാം. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഇഡ്ഡലി കഴിക്കില്ലായിരിക്കും. ഞാൻ മിക്കവാറും ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. ഇന്ന് ചെറുതായിട്ടൊരു ഫാസ്റ്റിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാം. നല്ല ചെടിയല്ലേ ഇത്. വളർന്ന് ആക്ച്വലി നമ്മൾ മേടിക്കുമ്പം ഈ നടുക്കത്തെ 2 അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഇത് 2 ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് വലുതായി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇഡ്ഡലി പരിപാടിയിലോട്ടേ കിടക്കാം. ആമി അതിലൊക്കെ എഴുന്നേറ്റ് കണ്ടില്ലേ, എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവൾ പിന്നെ ഉറങ്ങും. ഇനി ഒരു 9:30 ആകുമ്പോൾ എണീക്കുള്ളൂ. സമയമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. കണ്ട, ഞാൻ ഇന്നലെ ആക്കിയ മാവ് നല്ലോണം പൊന്തി. എനിക്കിങ്ങനെ മാവ് പൊന്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഹായ്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ചെറിയ ഇഡ്ഡലി തട്ടാ എൻ്റെ, കാരണം നമ്മളെ 2 പേരല്ലേ ഉള്ളൂ. അമ്മീനെ ഒരു അരയാളായിട്ടും കൂട്ടാൻ പറ്റില്ല. അവളൊരു ഇഡ്ഡലി തിന്നൂല, വലിയ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഇഡ്ഡലി ഇഷ്ടമേ അല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇനി അവൾക്ക് ദോശ ഉണ്ടാക്കണം. ഈ മാവിൽ ദോശ ഇഷ്ടമാണ്. നമുക്ക് തക്കാളി ഇടുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് മണ്ടത്തരാണോന്ന് അറിയില്ല.
ഈ ഇഡ്ഡലീൻ്റെ ഇതില്ലേ, നമ്മൾ വെന്തോ അല്ലെങ്കിൽ എന്തായ അവസ്ഥ എന്നറിയാൻ വേണ്ടി നമ്മൾ തുറന്നു പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി പൊന്തില്ല, ചീഞ്ഞു പോകുന്നൊക്കെ. അതായത് ഇങ്ങനെ പരന്നിരിക്കുമെന്ന് എനിക്കൊരു എന്തോ ഒരു ഉള്ളിൻ്റെ വിശ്വാസം. അത് കാരണം ഞാൻ തുറന്നു നോക്കാറേ ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്, ശരിയാണോ? നമുക്ക് ഇവിടെ കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടോ? നല്ല മണമൊക്കെ ആയിരുന്നു. ഞാൻ ശരിക്കും ചോദിച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. നോക്കുമ്പോൾ അല്ല, ഇത് ഫിലിപ്പീൻസ് നിന്ന് വരുന്നതാണ്. ഫിലിപ്പീൻസ് നിന്ന് വരുന്ന വെളിച്ചെണ്ണയാണ്. പപ്പടം പോലെ പൊന്തി സീഡ് മിക്സ്. ആൽമണ്ട്സ് നല്ല രുചിയുണ്ട്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞാൻ വർക്കിൽ കയറി. ഇപ്പോൾ ഇമെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പണിമെല്ലാം തുടങ്ങും. ഇനിയിപ്പോൾ ആമി എഴുന്നേൽക്കണവരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ജോലി ചെയ്യും. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് എടുക്കും. ആമിപ്പെണ്ണ് എണീറ്റു. ആമീനെ ഞാൻ ചെറുതായി മേല് കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. രാത്രിയായിട്ട് ഒരുക്കാനൊന്നുള്ള എക്യുപ്മെൻറ്റ്സ് എന്തായാലും ഇല്ല. ഇന്ന് ഉണ്ണിയേട്ടനാട്ടോ എനിക്ക് ലഞ്ച് ഒരുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ആ ഫാസ്റ്റിങ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പാടുള്ളൂ. താങ്ക്സ്. ആദ്യം ഓക്ക് വേണ്ടി വരും ഇപ്പോൾ. ഉണ്ണിയുടെ അടുത്ത് സ്പൂണിൽ എനക്ക് വായിൽ ചെയ്യുന്നോളാ. താങ്ക്സ്. മതി മോനെ, മതി. അമ്മ എടുത്തോളൂ. എൻ്റെ ലഞ്ച് ഞാൻ കഴിക്കുകയാണ് കൂട്ടുകാരെ. നല്ല രസമുണ്ട്. ഉണ്ണിയേട്ടൻ എന്തോ ഒരു രീതിയിൽ ഇതെന്താ സാധനം അറിയോ? പറഞ്ഞോട് ഉണ്ണിയേട്ടൻ എന്തെല്ലാം ഞാൻ കഴിച്ചിട്ട് പറയുന്നതാണ്. എനിക്ക് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഭയങ്കര ശേഷിയാ. മസ്മൽ, പാൽ, പിസ്ത, ഏലക്ക, മുന്തിരിങ്ങ അതെ കറുത്ത മുന്തിരിങ്ങ എളുപ്പമൊന്നുമില്ല. പിന്നെ അത്രേ ഉള്ളൂ. അല്ല എന്തോ മധുരത്തിന് ചെയ്തിട്ട് ശർക്കര തീർന്ന് പിന്നെയും ഞാൻ എന്താ വർക്കിലോട്ട് കടന്നു. അപ്പോൾ സംഭവബഹുലമായിട്ടൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. നമ്മൾ എൻ്റെ പ്രേക്ഷകരോടൊരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. അവൻ്റെ മുടി മുട്ടയടിച്ചിട്ട് ഇപ്പം മുടി മെല്ലെ വരുന്നേ ഉള്ളൂ. അവളുടെ നന്ദവന കൺമണി തൻ നന്ദനത്തിൻ നായിക ഞാൻ അനുരാഗിണി രാധികയല്ലോ.